PM ശ്രീ പദ്ധതിക്കെതിരെ CPI മുഖപത്രത്തിൽ ജനയുഗത്തിൽ ലേഖനം വന്നു. പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പൊതുവിദ്യാഭ്യാസത്തിൽ 2 തരം വിദ്യാലയങ്ങൾ ഉണ്ടാക്കപ്പെടും. അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനെ ചോദ്യം ചെയ്യണം. അതല്ലാതെ RSS തിട്ടൂരത്തിന് വഴങ്ങി നിലപാടും നയവും ബലികഴിക്കുകയല്ല വേണ്ടതെന്നാണ് ജനയുഗത്തിലെ നിർദ്ദേശം. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. റിനു, CPIക്ക് വലിയ കലിപ്പുണ്ട് ഈ PM ശ്രീ എടുക്കാൻ തീരുമാനിച്ചതിൽ. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ ജനയുഗത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നത്? CPI ഒരു കട്ടക്കലിപ്പിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി അടക്കം എത്തി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രിയും ഒരു പ്രതിഷേധ സ്വരം ഉയർത്തി. നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ അടക്കം ഇത് 2 പ്രാവശ്യം ചർച്ച ചെയ്യുകയും ഇത് വേണ്ട എന്നുള്ള നിലപാടിലേക്ക് പോവുകയും ചെയ്തതാണ്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് ഇത് ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് സമ്മതമാണ് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അറിയിക്കുന്നു. അടുത്ത 2 ആഴ്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണാനും തയ്യാറെടുക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ CPIയുടെ മുഖപത്രത്തിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എത്തുന്നത്. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി KK ജയകൃഷ്ണന്റെ PM ശ്രീയിലെ കാണാച്ചരടുകൾ എന്ന് പറയുന്ന ലേഖനത്തിലാണ് ഇപ്പോൾ ഒരു വിമർശനം ഉന്നയിക്കുന്നത്. സംസ്ഥാനങ്ങളെ വരുതിയിലാക്കുവാനുള്ള സംഘപരിവാർ ഉൽപ്പന്നമാണ് PM ശ്രീ എന്നുള്ളതാണ്. പൊതുവിദ്യാലയങ്ങളെ 2 തട്ടിലേക്ക് അല്ലെങ്കിൽ 2 വിഭാഗങ്ങളായി തിരിക്കുന്ന പദ്ധതിയാണ് എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. നയവ്യതിയാനം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാ പ്രഹരമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അർഹമായ വിഹിതം നിഷേധിക്കുന്നതിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് ഈ രീതിയിലല്ല എന്നുള്ളതാണ്. RSS തിട്ടൂരത്തിന് വഴങ്ങി നിലപാടും നയവും ബലികഴിക്കേണ്ടതല്ല എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും വരും സമയങ്ങളിലും വരും ദിവസങ്ങളിലും എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വകുപ്പുകൾക്കുള്ളിലും ഒപ്പം ഘടകകക്ഷിയായിട്ടുള്ള CPIക്കുള്ളിലും CPMനുള്ളിലും വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്കാണ് ഇന്നലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു പിന്നാലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ വകുപ്പിലെ തന്നെ മുതിർന്ന മന്ത്രി കൂടിയായിട്ടുള്ള കെ രാജനും പരസ്യമായി പ്രതിഷേധിച്ച രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.